കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് വെച്ചുള്ള ഒരു ഡിഷാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മിങ്കിൾ പറഞ്ഞു തരും. ഡിഷ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പോത്തിറച്ചി പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിട്ട് തേങ്ങാക്കൊത്തും ചേർന്നിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ട് വീട്ടിൽ അമ്മാമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. നമ്മളിങ്ങനെ ഒരു എന്താ പറയുന്നത്, കൂട്ടുകാരുമായിട്ടൊക്കെ കൂടുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആംബിയൻസിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ്. അതിന് പേര് നിങ്ങൾ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. തീ വല്ലാണ്ട് കാറ്റ് പ്രതികൂലമായ സാഹചര്യമുണ്ട്, തീ വല്ലാതെ ഇങ്ങ് കയറി വരികയാണ്. അപ്പം ആദ്യം വെളിച്ചെണ്ണ, നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി, വളരെ കുറച്ച് വെളിച്ചെണ്ണ. 1 കിലോ പോത്തിറച്ചിക്കാണ് നമ്മൾ ഈ പരിപാടി ഒരുക്കുന്നത്. ഇതിനകത്ത് കടുവല്ല, ഇത് നമ്മുടെ നാടൻ കുരുമുളക്, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടി ഉണക്കിയ കുരുമുളകാണ്. കൊച്ചുള്ളിയാണ് ഇടേണ്ടത്. അതൊക്കെ സമയബന്ധിതമായ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളിത് സവാളയാക്കിയത്. ഒരു ഇത്തിരി ഉള്ളി മിച്ചം വെച്ചേക്കണം, അത് പിന്നെ കാണാം. എന്നിട്ട് ഇത് ഇൻഡാലിയത്തിൻ്റെ കട്ടിയുള്ള ചട്ടിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പം ഉള്ളി ഏകദേശം 1/4 വരെ വാടിയിട്ടുണ്ട്. അപ്പം ദാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലേൽ ചതച്ചതാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കും. എന്നിട്ട് ഇതിനകത്ത് ആദ്യം ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ എണ്ണ ഇത് പെട്ടെന്ന് പിടിച്ചിട്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം പച്ചപ്പ് മണം ഒന്ന് ഏകദേശം മാറി വരുമ്പോൾ തന്നെ നമ്മുടെ മസാല, അതാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ മസാല ഒന്ന് കാണേണ്ട കാര്യം, അടുത്തോട്ട് വന്നു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മസാലയ്ക്കകത്ത് നമ്മളുള്ളത് ഇറച്ചിക്കകത്ത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറമ്പിരിക്കുന്നുണ്ട്. ഇറച്ചിക്കകത്ത് നമ്മൾ പച്ചക്കുരുമുളക് അരച്ചതും ഇത്തിരി മഞ്ഞപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ അത് പ്രഷർ കുക്കറിൽ വേവിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കുക. അപ്പോൾ ഒരു ഇത്തിരി പൊടിക്ക് വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ഒഴിക്കും. തേങ്ങാക്കൊത്ത്, ഇത്തിരി മല്ലിപ്പൊടി, നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ചേരുവ കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാര്യം അതിൽ എണ്ണ വളരെ കുറച്ചാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ ഇവനെ ഇവിടെ വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് പരുവപ്പെടുത്തിയിട്ട് ഞാൻ എന്നാൽ ഇത് അങ്ങോട്ട് ഇടുവാണേ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മസാല കൂട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് റെഡിയായി വരുമ്പോൾ ഉള്ളി കുറച്ചൊന്ന് പച്ചക്കിക്കണം, പിന്നെ കുറച്ച് പച്ചമുളക്, ഇത്രയും മതി. അതിൽ കൂടുതലായി എടുത്താൽ അത് മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ആ കുരുമുളകിൻ്റെ ഫ്ലേവറും കറിവേപ്പിലയുടെ ഫ്ലേവറും അങ്ങനെ നിൽക്കും. ഇത് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന കണക്ക് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ആണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇടുന്നത്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് ആദ്യം ഇത് നമ്മൾ പച്ചക്കുരുമുളക് അരച്ച് പൊടിക്ക് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചത്. കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം തീരെ ഒഴിക്കാതെ സൂക്ഷിച്ച് സിമ്മിലിട്ട് കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് അത് കേടാവാതെ കൊണ്ടുവന്ന് നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഈ ബീഫ് എങ്ങനെയാണ്, ഈ ഇറച്ചി എങ്ങനെയാണ് വേവിച്ച് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് അല്പം അതിൻ്റേതായിട്ടുള്ള സൂപ്പുണ്ട്. ആ സൂപ്പോട് കൂടി നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുവാണ്. മനസ്സിലായോ? അപ്പം അതിനകത്ത് ഈ അതിൻ്റെ സൂപ്പിൻ്റെ ഒരു ജലാംശത്തിൽ കിടന്ന് വേണം ഇതിൻ്റെ ഒരു അര വേവ്
വരാൻ. അപ്പോഴത്തേക്കും നമ്മുടെ കുരുമുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയും ആ പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ അങ്ങോട്ട് പിടിക്കും. പിടിച്ചിട്ട് വേണം ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത്യാവശ്യം പാർട്ടിയൊക്കെ കൂടുന്നവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ട് ഒഴിവാക്കും. അപ്പോൾ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ സൂപ്പിനകത്തൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി. ഇത് ഇനി അങ്ങേറ്റം പോയൊരു 10-12 മിനിറ്റ് ഈ ഒരു ചെറിയ ചൂടിൽ ഈ കനലിനകത്ത്, കട്ടിയുള്ള പാത്രം അതാ വേണമെന്ന് പറയുന്നത്, അതിനകത്ത് ഇത് വെന്ത് കഴിഞ്ഞാൽ കാര്യം ഓക്കെ. എന്നിട്ട് നമുക്കൊരു വാഴയിലയിലോട്ട് വെച്ച് അങ്ങ് പുളിക്കാം. അപ്പം ഞാനിത് അങ്ങോട്ട് തുറക്കുവാണേ. കണക്ക് നല്ല പരുവത്തിലായിട്ടുണ്ട്. വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ബീഫ് വേറെ, തേങ്ങാക്കൊത്ത് വേറെ, കറിവേപ്പില വേറെ. നമ്മൾ ഇതിനെ അടച്ച് വെച്ച് വേവിച്ച വാഴയില തന്നെ എടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം അതിൻ്റെ രുചിയും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ആ കറിവേപ്പിലയൊക്കെ കിടക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ പുരട്ടിയിട്ട കറിവേപ്പില ഉണ്ടോ? അപ്പം നമ്മുടെ ഡിഷ് ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എടാ ചേട്ടാ പോനെ, നീ ഒന്നേ. നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയത്. ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കി. കുരുമുളക് കുരുമുളക് കടിക്കുന്നുണ്ടോ ഇടയ്ക്ക്? ആ തേങ്ങാക്കൊത്തും കൂടെ എടുത്തൊന്ന് കഴിക്കുക. ബാക്കി ഇതാണ്ട് ഇവിടെ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പോത്തിനെ മേടിക്കുകയാണെങ്കിലും മട്ടൻ മേടിച്ചാലും ശരി, പോത്താണ് കുറച്ചും കൂടെ ബെറ്റർ. അത്രയും മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേ കണക്ക് പ്രഷർ കുക്കറിൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള റെസിപ്പി വെച്ചിട്ട് ഒരു കല്ല് കൂട്ടി നമുക്ക് അവിടുന്ന് പരിസരത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസും വെച്ചിട്ട് നമുക്ക് കത്തിച്ച്, ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ മാക്സിമം നമുക്ക് അങ്ങേറ്റം പോയി പ്രഷർ കുക്കറിൽ വേവിച്ചുകൊണ്ട് അങ്ങേറ്റം പോയി ഹാർഡ്ലി 20 മിനിറ്റ്സ് 20 മിനിറ്റിനകത്ത് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇത് കഴിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ വല്ല കടകളിലും പോയി ചെന്നിട്ട് അവരുടെ വനസ്പതിയൊക്കെ കഴിച്ച് വെറുതെ വയറ് കഴിഞ്ഞിട്ടേക്കണ്ട. കണ്ട എരി കൂടുതലുണ്ടെന്നൊന്നും വളരെ എരി കുറവാണ്. കരിപ്പാത്തിക്കൊക്കെ പ്രത്യേകിച്ച് എരി കുറച്ച് കഴിച്ചാൽ നമുക്ക് ഇതുപോലെ ഇനിയും പാചകം ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ശരി, ഇനിയും അടുത്ത റെസിപ്പിയായിട്ട് കാണാം.